അലൈക്കും. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ അഖ്ലാഖ് ബുക്കിലെ 4ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 3ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റിൽ ആർക്കാണ് ഇരിക്കാൻ പറ്റാന്ന്? ആർക്കാണ്? സൽസ്വഭാവികൾക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൽസ്വഭാവികളുടെ അടയാളത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കുഞ്ഞി കഥ. നമുക്ക് തുടങ്ങാം. പാഠം 4. കൊള്ളക്കാരെ നല്ലവരാക്കിയ ബാലൻ. അല്ലേ? പാഠം 4. കൊള്ളക്കാരെ നല്ലവരാക്കിയ ബാലൻ. അപ്പൊ കൊള്ളക്കാര് വന്നെന്താ? ഈ കട്ടെടുക്കുന്ന ആൾക്കാര് അല്ലേ? കള്ളന്മാര്. പിന്നെയോ ബാലൻ കുട്ടി. അപ്പൊ കൊള്ളക്കാരെ നല്ലവരാക്കിയൊരു ബാലൻ. ഒരു ദിവസം ക്ലാസ്സിലെത്തിയ ഉസ്താദ് ചോദിച്ചു, സൽസ്വഭാവികളുടെ നല്ലൊരു അടയാളം എന്താണെന്ന് അറിയാമോ? കുട്ടികൾ പരസ്പരം നോക്കി. ഉസ്താദ് പറഞ്ഞു, ഞാനൊരു സംഭവം പറയാം, അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പൊ എന്താണ്? ഒരു ദിവസം ഉസ്താദ് ക്ലാസ്സിലെത്തിയാണ്ട് ഉസ്താദ് കുട്ടികളോട് ചോദിച്ചു, എന്ത് നിങ്ങൾക്ക് സൽസ്വഭാവികളുടെ ഒരു അടയാളം പറയാൻ പറ്റുമോ? അപ്പൊ കുട്ടികൾ പരസ്പരം നോക്കി. പിന്നെ ഉസ്താദ് പറഞ്ഞു, എന്ത്? ഞാനൊരു കഥ പറയാം, നിങ്ങൾ നേടാം അതിൽ നിന്ന് കണ്ടെത്തണം. അങ്ങനെ ചെയ്തു ഉസ്താദ് പറഞ്ഞു. കുട്ടികൾ ഉത്സാഹത്തോടെ കഥ കേൾക്കാനിരുന്നു. ഉസ്താദ് പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്താണ്? കുട്ടികൾ ഉത്സാഹത്തോടെ ഉസ്താദ് കഥ പറയുന്നത് കേൾക്കാനിരുന്നു. ഉസ്താദ് എന്ത് ചെയ്തു? കഥ പറഞ്ഞു തുടങ്ങി. ഇറാനിലെ ജീലാൻ എന്ന ഗ്രാമത്തിൽ അബ്ദുൽ ഖാദർ എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോ ഇറാനിൽ ഒരു ജീലാൻ പറഞ്ഞ സ്ഥലത്ത് അബ്ദുൽ ഖാദർ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടി മാതാവിനോട് പറഞ്ഞു, എന്നെ നിങ്ങൾ അള്ളാഹുവിന് ദാനം ചെയ്യൂ. അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗ്ദാദിലേക്ക് പോകാൻ എനിക്ക് സമ്മതം നൽകൂ. എന്താണ്? ഒരു ദിവസം കുട്ടി എന്ത് ചെയ്തു? ഉമ്മയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ അള്ളാഹുവിന് ദാനം ചെയ്യൂ എന്ന് ആര് പറഞ്ഞു? കുട്ടി മാതാവിനോട് പറഞ്ഞു. അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗ്ദാദിലേക്ക് എന്നെ അയക്കൂ. അങ്ങനെ ചെയ്തു കുട്ടി പറഞ്ഞു. അല്ലേ? പിതാവിന്റെ സ്വത്തായി ലഭിച്ച 40 സ്വർണ്ണ നാണയം കുപ്പായത്തിൽ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ചു കുട്ടിയെ യാത്രയാക്കി. എന്താണ്? ഉപ്പാന്റെ സ്വത്തായി കിട്ടിയത് എത്രയാണ്? 40 സ്വർണ്ണ നാണയം. അപ്പോ പിതാവിന്റെ സ്വത്തായി കിട്ടിയ 40 സ്വർണ്ണ നാണയം എന്ത് ചെയ്തു? കുപ്പായത്തിൽ കക്ഷത്തിന് താഴെ തുന്നി പിടിപ്പിച്ചു കൊടുത്തു. പിന്നെയോ യാത്രയാക്കി. ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. എന്താണ്? ഒരു ഘട്ടത്തിലും കളവ് പറയരുത്. ആരോടാ പറഞ്ഞത്? കുട്ടിയോട് മാതാവ് പറഞ്ഞു. കുട്ടി ഒരു ചെറിയ കച്ചവട സംഘത്തിന്റെ കൂടെയായിരുന്നു പോയത്. അപ്പൊ ചെറിയ കച്ചവട സംഘത്തിന്റെ കൂടെയായിരുന്നു ആര് പോയിരുന്നത്? കുട്ടി പോയിരുന്നത്. വഴിയിൽ വെച്ച് ഒരു കൊള്ള സംഘം അവരെ കൊള്ള ചെയ്തു. എന്താണ്? ഒരു കൊള്ള സംഘം വന്നിട്ട് അവരെ കൊള്ള ചെയ്തു. കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? എന്റെ പക്കൽ 40 സ്വർണമുണ്ട് എന്ന് കുട്ടി മറുപടി പറഞ്ഞു. കൊള്ളത്തലവൻ കുട്ടിയോട് വന്നാൽ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അപ്പൊ കുട്ടി എന്താ പറഞ്ഞ? എന്റെ പക്കൽ 40 സ്വർണമുണ്ട്. അവൻ ചോദിച്ചു, മോനെ, നീ സത്യം പറയാൻ കാരണം എന്താണ്? ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല. അപ്പൊ എന്താണ്? കൊള്ളക്കാരൻ ഇവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ സത്യം പറഞ്ഞത്? അപ്പോ അവൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഏത് ഘട്ടത്തിലും നീ സത്യം പറയാവൂ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ സത്യം പറഞ്ഞു. അപ്പോ ആ കുട്ടി എന്ത് ചെയ്തു? ഉമ്മയുടെ ഉപദേശം സ്വീകരിച്ചു. അല്ലേ? ഇത് കേട്ട് കൊള്ളത്തലവൻ കരയുകയും ആ കുട്ടി മുഖേന തൗബ ചെയ്യുകയും കച്ചവടക്കാരിൽ നിന്ന് പിടിച്ചെടുത്തതെല്ലാം തിരികെ നൽകുകയും ചെയ്തു. എന്താണ്? ഇത് കേട്ടിട്ട് കൊള്ളത്തലവൻ അല്ലേ എന്ത് ചെയ്തു? കരഞ്ഞു. എന്നിട്ട് കുട്ടി മുഖേന തൗബ ചെയ്തു. പിന്നെ അവനിൽ നിന്ന് കൊള്ള ചെയ്തതെല്ലാം തിരികെ നൽകി. പിന്നെയോ ഉസ്താദ് കഥ നിർത്തി. കുട്ടികൾ എല്ലാവരും പറഞ്ഞു, സൽസ്വഭാവികളുടെ നല്ല ഒരു അടയാളം സത്യം പറയലാണ്. അപ്പൊ എന്താണ്?
കുട്ടികൾ എല്ലാവരും കൂടി പറഞ്ഞത് സൽസ്വഭാവികളുടെ നല്ലൊരു അടയാളം സത്യം പറയലാണ്. ഉസ്താദ് ചോദിച്ചു, ഈ കുട്ടി പിന്നീട് ആരായി എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹമാണ് ഔലിയാക്കളുടെ നേതാവായി ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. ആ മഹാനവറുകളുടെ ചരിത്രമാണ് മുഹീദ്ദീൻ മാലയുടെ ഉള്ളടക്കം. ഉസ്താദ് പറഞ്ഞു തീർന്നപ്പോൾ കുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ സത്യം മാത്രമേ പറയൂ. അപ്പൊ എന്താണ്, ഈ കുട്ടി പിന്നെ ഔലിയാക്കളുടെ നേതാവായി. ആരാണ്? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. പിന്നെ ആ മഹാനവറുകളുടെ ചരിത്രമാണ് മുഹീദ്ദീൻ ഉള്ളടക്കം. അപ്പൊ എന്താണ് മുഹീദ്ദീൻ ഉള്ളടക്കം അല്ലെ? ആ ഒരു ബുക്കിന്റെ ഉള്ളടക്കാണ് എന്ത്? ഷെയ്ഖ് മുഹീദ്ദീൻ അവരുടെ ചരിത്രം അല്ലേ? ഉസ്താദ് പറഞ്ഞു തീർന്നപ്പോൾ കുട്ടികൾ എല്ലാവരും ആവേശത്തോടെ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇനി മുതൽ സത്യം മാത്രമേ പറയൂ. ഉസ്താദ് പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങളാണ് നല്ല കുട്ടികൾ, സൽ സ്വഭാവികൾ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമുക്കൊരു ഹദീസ്, കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. നമുക്ക് തദ്രീബാത്ത് നോക്കിയാലോ? തദ്രീബാത്ത് 1, ഉത്തരം കണ്ടെത്താം. 1, അബ്ദുൽ ഖാദിർ എന്ന കുട്ടി ആരായി? ഔലിയാക്കളുടെ നേതാവായി. 2, അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയുടെ പക്കൽ എത്ര സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു? 40 സ്വർണ്ണ നാണയം. 3, ജീലാനി ഖദ്ദസല്ലാഹു സിർറത്തുൽ അസീസ് കളവ് പറയാതിരുന്നത് എന്തുകൊണ്ട്? ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2, പൂരിപ്പിക്കാം. 1, ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല. 2, ആ മഹാന്റെ ചരിത്രമാണ് ഡാഷിയുടെ ഉള്ളടക്കം. ആ മഹാന്റെ ചരിത്രമാണ് മുഹീദ്ദീൻ മാലയുടെ ഉള്ളടക്കം. 3, പാടാം പഠിക്കാം. കളവ് പറയല്ല എന്നുമ്മ ചൊന്നോരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. കളവ് പറയല്ല എന്നുമ്മ ചൊന്നോരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. ഒന്നുകൂടി പഠിക്കേ. കളവ് പറയല്ല എന്നുമ്മ ചൊന്നോവർ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. 4, എഴുതാം വായിക്കാം. ഞാൻ സത്യം പറയുന്നവരുടെ കൂടെയാകും. ഞാൻ നല്ല സ്വഭാവമുള്ളവനാണ്. ഞാൻ സത്യം പറഞ്ഞ് മാതൃകയാകും. 5, നമുക്ക് പറയാം കൊള്ളക്കാർ നന്നാവാൻ കാരണമായ സംഭവം. കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? എന്റെ പക്കൽ 40 സ്വർണമുണ്ട്. കുട്ടി മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, മോനെ നീ സത്യം പറയാൻ കാരണം എന്താണ്? ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പ്രശംസിച്ച ഒരു അനുഭവം, അത് നിങ്ങൾ എഴുതാം. വഴിയിൽ നിന്ന് ഒരു പേഴ്സ് വീണ് കിട്ടി. എന്ത് ചെയ്യാം? അതിന്റെ ഉടമസ്ഥന് തിരികെ നൽകണം, അല്ലെങ്കിൽ പോലീസിന് ഏൽപ്പിക്കണം. 6, നമുക്ക് ശീലിക്കാം. മുഹീദ്ദീൻ മാല പാടൽ. അറിയാം, നിങ്ങൾ പാടിച്ച് ശീലിക്കാം. നമുക്ക് സലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.